മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് എപ്പോഴും സുന്നത്താണ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത് പ്രത്യേകം സുന്നത്താകുന്നുണ്ട്. അവയിൽ ചില സമയങ്ങൾ മഹാന്മാർ പരിചയപ്പെടുത്തിയത് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ബാങ്ക് വിളിക്കുന്നവന് ഉത്തരം ചെയ്ത ഉടനെ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. 2, പ്രാർത്ഥനയുടെ ആദ്യത്തിലും ഇടയിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. പ്രാർത്ഥനയുടെ തുടക്കത്തിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് കൂടുതൽ ശക്തിമത്തായ സുന്നത്തായി മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, ഖുനൂത്തിന്റെ അവസാന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. 4-മത്തത്, പെരുന്നാളിന്റെ തക്ബീറുകൾക്കിടയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. നാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് കൂടുന്ന സദസ്സിൽ സംഗമിക്കുമ്പോൾ അവിടെയും സ്വലാത്ത് പ്രത്യേകം സുന്നത്ത് തന്നെ. ഒരു സദസ്സ് പങ്കെടുത്ത് ആ സദസ്സിൽ നിന്ന് വിട്ടുപിരിക്കുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. നാം യാത്ര ചെയ്യാറുണ്ട്. യാത്രയ്ക്ക് പോകുമ്പോൾ, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ഈ സമയങ്ങളിലൊക്കെയും സ്വലാത്ത് പ്രത്യേകം സുന്നത്തുള്ള തന്നെയാണ്. രാത്രി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സ്വലാത്ത് സുന്നത്താണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്യുമ്പോൾ ഓരോ മുഅ്മിനായ വ്യക്തിയും എല്ലാ ദിവസവും ഖുർആനുമായി ബന്ധപ്പെടണം എന്നതാണ്. ഖുർആൻ ഖത്മ ചെയ്യുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ജീവിതത്തിനിടയിൽ നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും വരാം. ദുഃഖങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. ജീവിതത്തിൽ മനുഷ്യ സഹജമായി പല തെറ്റുകളും നമ്മിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ അതിന് പ്രായശ്ചിത്തമായി നാം അള്ളാഹുവിലേക്ക് കരഞ്ഞ് തൗബ ചെയ്യുകയാണ് വേണ്ടത്. തൗബ ചെയ്യുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് പ്രത്യേകം പുണ്യമായി മഹാന്മാർ നമ്മെ പഠിപ്പിക്കും. അതുപോലെ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന സദസ്സിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. ഒരു കാര്യം നാം പറയാൻ വേണ്ടി ഓർത്തു പെട്ടെന്ന് മറന്നുപോയി. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നാം സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. വുളൂ ചെയ്ത ഉടനെയും തൽബിയത്ത് ചൊല്ലി കൊടുക്കുമ്പോഴും നമ്മുടെ ചെവി മൂളുമ്പോഴും തുടങ്ങി അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുക എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഊണിലും നമ്മുടെ ഉറക്കിലും എല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്ത. അതിനുവേണ്ടി നമുക്ക് കഴിയുന്നത്ര സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.